5 ദളങ്ങൾ. ഈ 5 ദളങ്ങളിൽ നിന്ന് ഏത് ദളമാണ് എന്റെ ഈ ഹോട്ട് സീറ്റിൽ എത്തുന്നത് എന്നറിയാൻ വേണ്ടിയുള്ള എന്റെ വേഗതയിൽ ചോദ്യം ഇതാ. ചെറുപ്പത്തിലെ ഞാൻ കുഞ്ഞായിരുന്നു, വലുതായപ്പോൾ ഞാൻ കുട്ടിയായി. കുഞ്ഞാലിക്കുട്ടി. ഉത്തരം തെറ്റാണ്. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക, എന്നിട്ട് ഉത്തരം പറയുക. ചെറുപ്പത്തിലെ ഞാൻ ഉടുത്തിരുന്ന അതേ കുഞ്ഞുടുപ്പ് തന്നെയാണ് വലുതായപ്പോഴും ഞാൻ ഉടുക്കുന്നത്. പിൻപിൽത്തൻ കളിക്കാരി സാനിയ മിർസ. ഉത്തരം താങ്കൾക്ക് കടന്നു വരാം എന്റെ ഈ ഹോട്ട് സീറ്റിലേക്ക്. ബാബു ഫ്രം കൊച്ചി. അല്ല, കൊച്ചി ഫ്രം ബാബു. അതാണ് സാറേ, ഞാൻ ഭയങ്കര ആരാധന സാറിന്റെ. സാറിന് എപ്പോ കണ്ടാലും ഒരു ഫോട്ടോ എടുക്കുന്നുള്ള ആഗ്രഹം. വീട്ടിൽ പോകുന്നതിന്റെ ഭാര്യ പ്രത്യേകം പറഞ്ഞു വിട്ടതാ. ശരിയെങ്കിൽ ബാബുവിന്റെ ആഗ്രഹം നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോ ആരംഭിക്കാം. ബാബു, ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ. റെഡി ആയിക്കോട്ടെ. ഓക്കെ, ഐ ആം റെഡി. പിടിച്ചേ. പിടിക്കേ. സെന്റർ വെച്ചാൽ മതി. സെന്റർ. അപ്പോ ബാബു ജനിച്ചിട്ടൊന്ന് ആക്കിയതാണ്. അതാണ് കൊച്ചി ഫ്രം ബാബു. ശരി, ബാബുവിന് ഇരിക്കാം എന്റെ ഹോട്ട് സീറ്റിലേക്ക്. ബാബു ഫ്രം കൊച്ചി. അതെ, കൊച്ചി എന്ന് കേൾക്കുമ്പോൾ ബാബു എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഒരു പഴഞ്ചൊല്ലാണ്. ചെല്ലിക്കും. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, കൊല്ലം കണ്ടവൻ ഇല്ലപ്പെട. അപ്പൊ കൊയിലാണ്ടി കണ്ടവനാ. കൊയിലാണ്ടി കണ്ടവനാ. ബാബു ഫ്രം കൊച്ചി. അതാ കൊച്ചിക്കാരനായ ബാബു. അതെ, ബാബുവിന്റെ ഭാര്യ നന്നായി ചിത്രം വരയ്ക്കുമല്ലേ? ഇതാര് പറഞ്ഞു? ബയോഡാറ്റയിൽ ഞാൻ കണ്ടിരുന്നു. അയ്യോ, അവള് വരക്കുക മാത്രമല്ല, വരച്ച വര എന്നെ നിർത്തുകയും ചെയ്യും. ഭാര്യമാരായ ബാബുവിന്റെ അമ്മ അമ്മയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എന്റെ ദൈവം ആണോ? ഞാൻ എന്റെ അമ്മയുടെ കാല് തൊട്ട് കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുള്ളൂ. ഇപ്പോഴത്തെ മക്കളെ കണ്ടുപഠിക്കണം ബാബുവിന്റെ മാതൃസ്നേഹം. എന്നിട്ട് ആ സ്നേഹമയായ അമ്മയെ ഈ ഫ്ലോറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ല. എന്ത് പറ്റി? അമ്മ ആശുപത്രിയില്ല. അയ്യോ, അമ്മയ്ക്ക് എന്ത് പറ്റി? അത് കഴിഞ്ഞ ആഴ്ച സാമ്പാർ വെച്ച് ഉപ്പ് കൂടി പോയി കാലുമടക്കി ഒരു ഒറ്റ അച്ഛൻ കണ്ടുകൊണ്ട് കൊടുത്താ കിടക്കി. ഞാൻ വന്നപ്പോഴേ പറഞ്ഞില്ല. ബാബുവിന്റെ അച്ഛൻ കുഴപ്പ ചോദ്യമുള്ള അല്ല, അച്ഛന്റെ പേര് പറഞ്ഞാൽ അതാണ് കുഴപ്പ ചോദ്യം പറഞ്ഞത്. ദിവാകരൻ ചേട്ടനില്ല, ഭാസ്കരൻ ചേട്ടൻ ആ വഴി വന്നിട്ടില്ല, കുമാരൻ ചേട്ടൻ ലൈഫിലെ അച്ഛന്റെ പേര് ലൈഫ്. എന്റെ അച്ഛന്റെ പേര് പറഞ്ഞ ലൈഫിലാണ്. ശരി, നമുക്ക് ഗെയിം ആരംഭിക്കാം. ഗെയിം ആരംഭിക്കാം. ആദ്യം 5 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യമാണ്. അതിനെ നേരിടാൻ ബാബു തയ്യാറാണ്. എങ്കിൽ എന്റെ 5 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യം ഇതാ. ഷിറ്റ് എന്ന പദം മലയാള സിനിമയിൽ ആദ്യമായി ഉപയോഗിച്ച മഹാനടൻ ആരാണ്? വാട്ട് ഈസ് ദ ഷിറ്റ് എന്ന പദം ഇൻ മലയാള സിനിമ ഉപയോഗ? ഹൂ ദ ആക്ടർ? ഹൂ? ഇംഗ്ലീഷ്. ഓപ്ഷൻസ് തരട്ടെ. ഗുരുജി പ്ലീസ്, ഓപ്ഷൻസ്. ഓക്കെ. എന്റെ അമ്മാവനാ ഗുരുജി. കടിക്കുവോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. കടിച്ചാൽ കുപ്പിളിലേക്ക് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുവേ. ഇല്ല, കുഴപ്പമില്ല. അപ്പൊ ഗുരുജി തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതാണ്. എ ഭരത് ഗോപി, ബി സുരേഷ് ഗോപി, സി ചില്ലി ഗോപി. ഇതിൽ ഏത് ഗോപിയാണ് ഷിറ്റ് എന്ന പദം മലയാള സിനിമയിൽ ആദ്യമായി ഉപയോഗിച്ചത്? അത് ഈ ഗോപി എല്ലാം കൂടി 20 പരുവത്തിൽ ചുറ്റിപ്പണി കിടക്കാറേ കറക്റ്റായിട്ട് സ്ഥാനത്ത് എത്താൻ പറ്റില്ല. പെട്ടെന്ന് പറയണം. മണിക്കുട്ടി ഓടി തുടങ്ങി. ആണോ? ഇപ്പൊ പോയ അമ്മാവില്ലേ ഗുരുജി, അദ്ദേഹത്തിന്റെ മകളാ മണിക്കുട്ടി. ചോളാനിഗ്രാമത്തിൽ കൂടെ ആണിയടിക്കണം. എന്താ കിടന്ന് കാണിക്കുന്നത്? അല്ല, ഒട്ടം നിർത്തിയ തന്റെ കാര്യം കട്ട പോക. അത് മറ്റേ സാധനം എന്താ? ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ. ഏത് ലൈഫ് ലൈൻ ആണ് വേണ്ടത്? ഓഡിയൻസ് പൂൾ. ഓഡിയൻസ് പൂൾ അല്ല, ഓഡിയൻസ് പൂൾ. പ്ലീസ്, ലൈഫ് ലൈൻ, ഓഡിയൻസ് പൂൾ. ഓഡിയൻസ് വോട്ട് ചെയ്തു കഴിഞ്ഞു. അവർ ആർക്കൊക്കെ എത്ര ശതമാനം വോട്ട് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ഭരത് ഗോപി 20%, ചില്ലി ഗോപി 80%, സുരേഷ് ഗോപിക്ക് വോട്ടൊന്നും. മലയാള സിനിമയിൽ ഷിറ്റ് എന്ന പദം ആദ്യമായി പറഞ്ഞത് സുരേഷ് ഗോപിയാണെന്ന് അറിയില്ല. സാറിന് എന്താണ് രോദനം? ഒരു നടന്റെ രോദനം. സുരേഷ് ഗോപി ഓർപ്പിച്ചോ. ലോക്ക് ചെയ്യാം പ്ലീസ്. ലോക്ക്. ബി സുരേഷ് ഗോപി. ബാബു പറഞ്ഞ ഉത്തരം ശരിയാണ്. 5 ലക്ഷം രൂപ ബാബുവിന് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. 5 ലക്ഷം രൂപ കിട്ടിയ അടുത്തത്
10 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യമാണ്. അതിലേക്ക് കടക്കും മുമ്പ് നമുക്കൊരു ചെറിയ ബ്രേക്ക് പോകാം. പിന്നെ പോവാ. വന്നു എങ്ങോട്ടായി ഓടിക്കഴിച്ചു പോകുന്നത്? സാറ് പോയി ഞാൻ എന്താ അതെന്താണ് ബ്രേക്കിന്റെ ശൈലിയാണ്. അപ്പോ അടുത്ത ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ബയോഡാറ്റയിൽ ഞാൻ മറ്റൊരു കാര്യം കണ്ടിരുന്നു. എന്താ? ബാബു അറിവിന്റെ ഉറവിടമാണ്. ഉറവിടമല്ല, ഞാൻ അറിവിന്റെ ഉള്ളിതലമാണ്. എങ്കിൽ ബാബു, ലോകത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട വർഗം ഏതാണ്? ആഫ്രിക്കൻസ്, നീഗ്രോസ്, ഫിലിപ്പൈൻസ്. ഇത് മൂന്നുമല്ല. ലോകത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട വർഗം പൊറോട്ട. ഇത്ര അടിച്ചമർത്തപ്പെട്ട വർഗം ഞാൻ കണ്ടിട്ടില്ല. അടിച്ചിട്ടുള്ള അറിവിന്റെ ഉറവിടം ഞാൻ പറഞ്ഞല്ലേ വന്നപ്പോഴേ. അപ്പോ നമുക്കിനി 10 ലക്ഷം രൂപക്കുള്ള ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. നേരിടാൻ തയ്യാറാണ്. എന്തൊക്കെ ഒരേ ഒരു ചോദ്യം മതി. എന്തൊക്കെ ജീവിതം മാറി മറിയാം എന്നാ ഒന്ന് ചോദിച്ചു നോക്ക്. 10 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യം ഇതാണ്. ലോകത്തിലെ ഏറ്റവും തൊലി കൂടിയ ജീവി ഏത്? വിചിത്ര തൊലിക്കട്ടിയോ ലോകാസ് നമ്പർ 1 ജീവി? അതെ. ഓപ്ഷൻസ് തരണം. ഗുരുജി പ്ലീസ് ഓപ്ഷൻസ്. ഓക്കെ ഗുരുജി ഓപ്ഷൻസ് തന്നു കഴിഞ്ഞു. പുള്ളികൾ കുഞ്ഞിനെ കിട്ടുമോ? എന്തിനാ? കൂട്ടിലിട്ട് വളർത്താനാ. അപ്പൊ ഗുരുജി തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതാണ്. എ കണ്ടാമൃഗം, ബി കരടി, സി ആന. കണ്ടാമൃഗം കരടി എനിക്കറിയണം. പെട്ടെന്ന് പറയണം. മറ്റൊന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ മണിക്കുട്ടി വീണ്ടും ഓടി തുടങ്ങി. അവളും വരും. എന്ത് തീരുമാനം? ലൈഫ് ലൈൻ. വീണ്ടും ലൈഫ് ലൈൻ. ഏത് ലൈഫ് ലൈൻ ആണ് വേണ്ടത്? ഫോൺ എ ഫ്രണ്ട് ആയിട്ട് ബാബുവിടെ ഒരു മമ്മൂന് ഫ്രം മട്ടാഞ്ചേരിയുടെ പേര് മാത്രമേ തന്നിട്ടുള്ളൂ. എന്റെ ചങ്കാണ്, എന്റെ ഒറ്റ കൂട്ടുകാരനാ. വിളിച്ചാൽ കിട്ടുമോ? കിട്ടും. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെയ്തു. ഹലോ മമ്മൂനല്ലേ? അതെ മമ്മൂനാണ്. മമ്മൂനെ ഞാൻ സുരേഷ് ഗോപി. എന്താണപ്പോ ഞാൻ തലേന്ന് മമ്മൂഞ്ഞ ഞാനാ ബാബുവാ. ഞാൻ മറ്റേ സുരക്ഷേട്ടായിട്ടുള്ള മറ്റേ കളിയില്ലേ, അതിന് വേണ്ടി വന്നാ. എവിടെ? പിന്നെ ഞാൻ ടൂറിന്റെ വർക്കുന്ന വണ്ടി വരുന്നത്. അപ്പൊ തിരക്കണ്ടായില്ല. ഇപ്പൊ തിരക്കാണ്. അതെ, ഞാൻ ചേട്ടായിട്ടുള്ള കളി ഏൽപ്പിച്ചിട്ട് വരികയെ ഒരു കുറഞ്ഞ മൈൻഡ് എനിക്ക് മേടിച്ചോട്ടാ. ഓക്കെ. ചോദ്യം ചോദിച്ചില്ല. മമ്മൂഞ്ഞൊരു ചോദ്യം ചോദിക്കാൻ ലോകത്തിലെ ഏറ്റവും തൊലിക്കട്ടി കൂടിയ ജീവി. ലോകത്തിലെ ഏറ്റവും തൊലിക്കട്ടി കൂടിയ ജീവി. ഓപ്ഷൻസ് എ കണ്ടാമൃഗം, ബി കരടി, സി ആന. ആണോ? ഓക്കെ. ഏത് ലോക്ക് ചെയ്യാൻ പറഞ്ഞു കൂട്ടുകാരൻ മമ്മൂന്? ഇത് 3 ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും തൊലിക്കട്ടി കൂടിയ ജീവി കണ്ടാമൃഗമാണ്. അത് കണ്ടായിരുന്നു. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും തൊലിക്കട്ടി കൂടിയ ജീവി സന്തോഷ് പണ്ഡിറ്റ്. കറക്റ്റ് ഉത്തരം വീണ്ടും ബാബു 15 ലക്ഷം രൂപ സ്വന്തമാക്കി. 15 ലക്ഷം രൂപ? അതെ. അടുത്തത് 25 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യമാണ്. ആയിക്കോട്ടെ. ആ ചോദ്യത്തിലേക്ക് കടക്കും മുമ്പ് ചെറിയൊരു ബ്രേക്ക് പോവാം. വന്നു. അതൊന്നും വെച്ച് പോവാൻ ഞാൻ പോയില്ല. ഓക്കെ. അപ്പോ 25 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. സൂക്ഷിച്ച് കളിച്ചോളാം. ഓക്കെ. കിക്കിലിക്കും കിളികിലിക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. വാട്ട് ഈസ് ദ കിക്കിലിക്കും? വാട്ട് ഈസ് ദ കിളികിലിക്കും? ഹൂ ഈസ് ദ ഉത്തരത്തിൽ ചത്തിരിക്കും? ഹൂ? ഓപ്ഷൻസ് തന്നു. ഗുരുജി പ്ലീസ് ഓപ്ഷൻ. ഇത് പിന്നെ ഒരു പുള്ളി. എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ ഗുരുജിയുടെ ഓപ്ഷൻസ് തന്നു കഴിഞ്ഞു. ഗുരുജി തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതാണ്. എ താക്കോൽ, ബി മുഴക്കോൽ, സി കഴക്കോൽ. ഇതിലേത് കോല? കോലെ പോകാൻ പ്രശ്നമായിരുന്നു. മറ്റേ ലൈഫ് ലൈൻ ഉണ്ടോ? ഒരു ലൈഫ് ലൈൻ കൂടി ബാക്കിയുണ്ട്. 50-50 മാറ്റുക. 2 തെറ്റുത്തരം മാറ്റുക. ലൈഫ് ലൈൻ എടുക്കുക. പ്ലീസ് ലൈഫ് ലൈൻ 50-50.
രണ്ട് തെറ്റുത്തരവിടെ മാഞ്ഞു പോയിരിക്കുകയാണ്. കഴക്കൂലും മുഴക്കൂലും പോയി. ഇനി ആകെയുള്ളത് താക്കോലാണ്. ഏത് ലോക്ക് ചെയ്യും? സൂക്ഷിച്ച് ലോക്ക് ചെയ്യണം. ഒരെണ്ണം വാങ്ങിക്കാം. ഇല്ല നടക്കൂല. ഇല്ല. ഈ ചത്തിരിക്കുന്ന കറക്റ്റായിട്ടാണ്. ജീവിച്ചിരിക്കാമെന്ന് പറയാം കറക്റ്റായിട്ട്. എന്ത് തീരുമാനിച്ചു പെട്ടെന്ന്? ഇനിയിപ്പോ എന്താ പറയാൻ വായിക്കാൻ പറ്റില്ലല്ലേ ഇനി? ഇല്ല. അത് തന്നെ പറഞ്ഞു താക്കോല്. തെറ്റാണെന്ന് എനിക്കറിയാം. താക്കോൽ താക്കോലുമായി മുന്നോട്ട് പോകാം. അല്ല പോയിക്കോ, വേറെ ഇല്ല. സംഭവം തെറ്റാന്ന്. ഗുരുജി പറയുന്നു തെറ്റാണ്. ബാബു പറഞ്ഞ ഉത്തരം ശരിയാണ്. ശരിയാണ്. അപ്പൊ 25 ലക്ഷം കിട്ടിയ 25 ലക്ഷം രൂപ സ്വന്തമാക്കിയിരിക്കുക. ഞാൻ ചുമ്മാ ഒന്ന് തപ്പി കുത്തിയതാ. എനിക്ക് അറിയില്ലായിരുന്നു. അടുത്തത് 50 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യമാണ്. സൂക്ഷിച്ച് കളിക്കണം. ഈ ഗെയിമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൗണ്ടിൽ നഷ്ടപ്പെട്ടാൽ കിട്ടിയ 25 പോകും. മൊത്തം പോകും. ലഭിച്ചാൽ 50 ലക്ഷം രൂപ. 50 ലക്ഷം. തയ്യാറാണോ? തയ്യാറാണ്. അതിനു മുമ്പ് പേഴ്സണലായിട്ട് എന്താ ഒരു ചോദ്യം. മദ്യപിക്കാറ്? ഇല്ല. സിഗരറ്റ് വലിക്കാം? ഇല്ല. ഹാൻഡ്സ്? ഒന്നുമില്ല. ഒരു ഒന്നുമില്ല. യാതൊരു ദൃശ്യവും ഒരു ദൃശ്യമില്ല. പിന്നെ ചെറിയൊരു കുഴപ്പമുണ്ട്. വായത്തെ നുണേ പോയുള്ളൂ. അങ്ങനെ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്കിനി 50 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യത്തിലേക്ക് നീങ്ങാം. പക്ഷെ ഇപ്പോ ഈ 50 ലക്ഷത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോ ബാബുവിന് എന്ത് തോന്നുന്നു? എനിക്ക് തൊട്ടടുത്തെത്തുമ്പോൾ എനിക്ക് ഈ വിവരം എന്റെ അമ്മയെ വിളിച്ച് പറയണം. എന്റെ അമ്മ ഒത്തിരി വീട്ടിൽ വേലൊക്കെ പോയി കഷ്ടപ്പെട്ടു ഒത്തിരി പേര് അടുക്കള പണി അലക്കൊക്കെ ചെയ്തിട്ട് എന്നെ വളർത്തിയത്. അപ്പൊ അതെനിക്കൊന്ന് എന്റെ അമ്മനെ വിളിച്ച് പറയണം. പെട്ടെന്ന് വിളിച്ചു പറ. മകനിങ്ങനെ 50 ലക്ഷത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണെന്ന് സ്നേഹമയ്യായ അമ്മയോട് പെട്ടെന്ന് പറയട്ടെ. ഹലോ. അമ്മ, ഞാൻ ബാബു അമ്മേ. ഞാൻ മറ്റേ സുരക്ഷായിട്ടുള്ള കളി ഇപ്പൊ 25 ലക്ഷം കിട്ടി. 50 ലക്ഷത്തിന് അടുത്ത് നിൽക്കുന്നു. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ അമ്മ ആരെ വീട്ടിലും പാത്രം കഴുകാനും കഞ്ഞി വെക്കാനും തുണിയിലൊക്കെ പോകണ്ടട്ടാ. ഞാൻ ഒരു വലിയ വീട് ഒക്കെ ഉണ്ട്, അവിടെ പണിക്കുക. അപ്പോ നമുക്കിനി 50 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യത്തിലേക്ക് കടക്കാം. ബാബു, ഈ 50 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ബാബു എന്ത് ചെയ്യും? ഞാനിപ്പോ പറഞ്ഞ പോലെ ഒന്നുമില്ല. 50 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ പുണ്യകർമ്മം. എങ്ങനെ പുണ്യകർമ്മം? അതായത് ഇവിടെ നിന്ന് കിട്ടുന്ന 50 ലക്ഷത്തിന് 10 രൂപ വണ്ടിക്കാശാണ് എടുക്കും. ബാക്കി മൊത്തം അത്രയ്ക്ക് ദാനശീലനാണ് ബാബു എന്നാണ് പറയുന്നതല്ല. എനിക്ക് 50 ലക്ഷം കിട്ടിയാൽ 10 രൂപ ഞാൻ എടുക്കും. ബാക്കി മൊത്തം പാവപ്പെട്ടവന് കൊടുക്കും. ഉറപ്പ്? എങ്കിൽ ഞങ്ങൾ ഇവിടെ കുറച്ച് പാവപ്പെട്ടവരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആണോ? അതിൽ നിന്ന് കടന്നു വരാം ഭാഗ്യശാലിയായ ആ പാവപ്പെട്ടവന്. വരട്ടെ. സുഹൃത്തെ, ഈ ബാബു പറയുന്നു അദ്ദേഹത്തിന് 50 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് മൊത്തം താങ്കൾക്ക് തരും എന്നാണ് ബാബു പറയുന്നത്. അല്ല, ഞാൻ പറയണതല്ല. 50 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ 10 രൂപ വണ്ടിക്കാശ് ഞാൻ എടുക്കും. ബാക്കി മൊത്തം ഇയാൾ കൊടുക്കും. ഉറപ്പ്? എങ്കിൽ നമ്മൾക്ക് ആ 50 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യത്തിലേക്ക് കടക്കാം. അണ്ണാന്റെ കയ്യിൽ നിന്ന് ലത് പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ പോയ കണക്കിൽ നിൽക്കുന്നത്. അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയ ലത് ഏത്? ഇല്ല, ഓപ്ഷൻസ് ഉണ്ട്. അയ്യോ, അതിന്റെ ആവശ്യം എനിക്കറിയാം. ഉത്തരം അറിയാം. ഗെയിമിന്റേതായ രീതിയിൽ പോകണം. ഞാൻ ഓപ്ഷൻസ് തരാം. ഒന്നും വേണ്ട, എനിക്കറിയാം. ഉത്തരം പ്ലീസ് ഓപ്ഷൻസ്. ഓപ്ഷൻസ് ഇതാണ്. എ മാങ്ങാണ്ടി, ബി തേങ്ങാണ്ടി, സി മുനിയാണ്ടി. നീ 50 ലക്ഷം കൊണ്ട് എടുത്ത് പോകുള്ളൂ കേട്ടാ. ഞാൻ പറഞ്ഞിട്ട് ഉത്തരം പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് ഉത്തരം പറഞ്ഞു. ബി മുനിയാണ്ടി. മുനിയാണ്ടിയുമായി മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകാം. അതിന് ഒറ്റ കാര്യം വേണ്ട. ഈ ഷെയർമാണി. അയ്യോ, അതൊന്നും വേണ്ട. ഷെയർമാണി ഇട്ടാ മതി. ഊരിക്കള കൂടെ. അവന് 50 ലക്ഷം കിട്ടാൻ അവനാ. നീ ഷെയർമാണി ഇട്ടാ മതി. കള. അത് ശരി, കാശുകൊണ്ടോ സജ്ജയൊക്കെ വന്നേക്കാണ്. അപ്പൊ പറഞ്ഞിട്ട് ഉത്തരം പറഞ്ഞു. ഏത് ലോക്ക്? ആ ബി മുനിയാണ്ടി വെച്ചു. മുനിയാണ്ടിയുമായി മുന്നോട്ട് പോകും. പിന്നെ മുനിയാണ്ടിയായിട്ട് മുമ്പോട്ട് പോയി. എനിക്കറിയാൻ ഉത്തരവില്ല. യാതൊരു സംശയവും. ഒരു സംശയമില്ല. മുനിയാണ്ടി ലോക്ക് ചെയ്യട്ടെ. ലോക്ക് ചെയ്തോ? മുനിയാണ്ടി ഗുരുജിയോട് പറഞ്ഞേക്കട്ടെ. പറഞ്ഞോ? മുനിയാണ്ടി. ബി മുനിയാണ്ടി. ഞാൻ ചെയ്തു. ലോക്ക് ചെയ്തു കേട്ടുപോ. അത്രയ്ക്ക് ആത്മവിശ്വാസമാണ്. അതെ. ബി മുനിയാണ്ടി. പ്ലീസ് ലോക്ക് ബി മുനിയാണ്ടി. ഗുരുജി പറയുന്നു ബാബു പറഞ്ഞ ഉത്തരം തെറ്റാണ്. സൂക്ഷിച്ച് കളിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ചാടി
ചാടിക്കറി അങ്ങ് ലോക്ക് ചെയ്തു. എന്നിട്ട് എന്തോ പോയ അണ്ണാന്റെ കടക്കി ഇങ്ങനെ നിൽക്കുക. ഇല്ല, കിട്ടിയ 25 പോയി. ബാബു ഈ ഷോയിൽ നിന്ന് ഔട്ടായിരിക്കണം. ഇനി തെണ്ടിത്തിരിച്ച് ബാബുവിന് വീട്ടിലേക്ക് പോകാം. ആ പാവപ്പെട്ടവന്റെ ഉടുതുണി വരെ പറിച്ചെറിഞ്ഞിരിക്കണം. ബാബു, യു ആർ ഔട്ട്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി. നാളെ പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. ശുഭരാത്രി ആൻഡ് ശുഭ നിദ്ര. ബാക്കി അവന്റെ അണ്ടറോന്റെ വെളിയിൽ പിടിച്ച് വലിക്കാൻ നമ്മുടെ അച്ഛനെ പറയും. കാരണം എടുത്തിയാൽ കൂടുതൽ നിൽക്കാൻ സംഭവിക്കാവുന്നുള്ളൂ. അത് ആവർത്തിച്ചെന്ന് കലാശിക്കുള്ളൂ. കിട്ടോ എത്ര വർഷം സംഭവിച്ച ചെറിയൊരു കാര്യം കിട്ടും. ഒരു 10 രൂപ വണ്ടിക്കാശിന്റെ വീട്ടിൽ പോയി വന്ന്